എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഇപ്പോൾ പല ഇടങ്ങളിലായിട്ട് പത്രവാർത്തകളിലുമൊക്കെ അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത, അതിനെക്കുറിച്ചാണ്. ഒരുപാട് വർഷങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം പ്രായമേറിയ അവസ്ഥയിൽ രോഗങ്ങളൊക്കെ ബാധിച്ച് ചില ടീച്ചർമാർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തവരും അങ്ങനെ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ ചില ടീച്ചേഴ്സൊക്കെ അവർ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് പഴയ കാലത്ത് ഈ ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ പത്രക്കാരെ കൂട്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പല ഫേമസ് ആയിട്ടുള്ള ചാനലുകാരെ കൂട്ടി ചിലപ്പോൾ ഈ വീട് സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് അവർ ഈ അധ്യാപികയുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ അധ്യാപകൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും പഴയ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് അങ്ങനെ ഒരു നന്ദി പ്രകടനവും ഇങ്ങനെയെല്ലാം കാണാറുണ്ട്. ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ടീച്ചർ കാരണമാണ് അല്ലെങ്കിൽ ഈ അധ്യാപകൻ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ചയും വിദേശത്തെല്ലാം പോകാനും അതുപോലെ ടേണിംഗ് പോയിൻ്റ് ആയത്, എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റ് ആയത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർ എന്തിനാണ് ഇത്രയും പ്രായമായ സമയത്ത് മാത്രമാണോ ഇവർ ആദ്യമായിട്ട് കാണാൻ വരുന്നത്? ഇതുവരെയും അവർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ പൊങ്ങച്ചവും പ്രശസ്തിയും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ അനാഥമായി ജീവിക്കുന്നതും അല്ലെങ്കിൽ വളരെയധികം രോഗമേറിയ അല്ലെങ്കിൽ കഷ്ടപ്പാടിലും വളരെയധികം ബുദ്ധിമുട്ടിലും കഴിയുന്ന അധ്യാപകരെ അതിന് മുന്നേ തന്നെ അവർ നല്ല അവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ കിടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ, രോഗാവസ്ഥയിലാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വന്ന് കാണാവുന്നതേ ഉള്ളൂ. ആ സമയത്തൊന്നും കാണാനോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള ആൾ പോലും, ആ പൂർവ്വ വിദ്യാർത്ഥി പോലും അങ്ങോട്ട് വരിക പോലുമില്ല, അങ്ങോട്ട് നോക്കത്ത് പോലുമില്ല. പക്ഷേ ഒരു പറ്റം സോഷ്യൽ മീഡിയ ക്യാമറയുമായി അല്ലെങ്കിൽ പത്രക്കാരെയും വിളിച്ച് പ്രശസ്തി ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു ചൂഷണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ടേണിംഗ് പോയിൻ്റായിട്ട് ഏതെങ്കിലും ടീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള നന്ദി സൂചകമായി നിങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ അവർ നല്ല നിലയിലായിക്കോട്ടെ ചീത്ത നിലയിലായിക്കോട്ടെ അവരെ ചെന്ന് കാണുകയും അവരോടുള്ള ആ സ്നേഹവും കടപ്പാടുമൊക്കെ പങ്കിടേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഈ ഓർമ്മ പോലും നശിച്ചിരിക്കുന്ന അവസ്ഥയിൽ വെറുതെ പുകഴ്ത്തലുകളും മേനിവാക്കുകളുമായി വെറുതെ ചെന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെയും നല്ല രീതിയിൽ നല്ല മനസ്സോടെ അധ്യാപകരെ ഓർക്കുകയും അവരുടെ വീടുകളിൽ ചെല്ലുകയും അതുപോലെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്ന അനേകം വിദ്യാർത്ഥികളുണ്ട്. അവരെ ഒന്നും മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. നേരത്തെ തന്നെ ചെന്ന് നല്ല ടീച്ചർമാർക്ക് പ്രായമേറുന്നതിന് മുമ്പ് തന്നെ നല്ല ബുദ്ധിയും ബോധവും ഒക്കെയുള്ള സമയത്ത് നിങ്ങൾ ആ പഴയ കാലമൊക്കെ ഓർക്കുകയും അത് ഷെയർ ചെയ്യുകയും അങ്ങനെ അവർക്കും നിങ്ങൾക്കും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.